അനാഥരാണ് ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട്, എന്തിനാടാ കൊന്നിട്ട്, ഇയാളുടെ മകളും നമ്മളെപ്പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല. ജനിച്ചു വീണന്നു തന്നെ അച്ഛൻ മരിച്ചെന്ന ചീത്തപ്പേര് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ, കുഞ്ഞു കേൾക്കാനോ? ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്, ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്. നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല. പാത്തു, നമുക്ക് ഹണിമൂൺ പാരീസിലേക്കല്ലേ? പാരീസിലോ? അന്നയാ അവിടെ മറ്റേ ടവർ ഉണ്ടല്ലോ. ഏത് ടവർ? ഈഫിൽ ടവർ. അതിന് അതിന്റെ മുമ്പിൽ നിന്ന് നമുക്കൊരു കിസ് അടിക്കാം. ഏത് നേരം ഇതുള്ള വിചാരം? അല്ല, ഏത് കിസ് വേണം? ഫ്രഞ്ച് വേണോ, ബട്ടർഫ്ലൈ വേണോ, അതോ സ്കിമി ആയാലോ? ഓരോ ദിവസം ഓരോന്നായിക്കോട്ടെ, നമുക്കൊരു ഫുൾ പാക്കേജ് ആക്കാം. ഹണിമൂൺ അല്ലേ, എല്ലാം ഇരിക്കട്ടെ. അമ്പാടി, തൽക്കാലം ഹണിമൂണും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. അങ്ങനൊന്നും പറയരുത്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടതാ, കേട്ടിട്ടില്ലേ? വനം പാത്ത് നടന്നേനെ. ദേ അമ്പാടി, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അമ്പാടി വലിയ സിയക്കാരനാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും. അകത്തെ പട്ടിണി നമുക്കേ അറിയും. ഇവിടെ എന്ത് പട്ടിണി? അമ്പാടി, നമുക്കൊരു ഓഫീസ് ഉണ്ടോ? ഡെയിലി വർക്ക് നടക്കുന്നുണ്ടോ? അമ്പാടിക്ക് ഇന്നേ വരെ ഫ്യൂച്ചറിൽ ഒരു പ്ലാൻ ഉണ്ടോ? അതില്ല. എന്നാൽ ഇനി അത് വേണം. നമുക്കൊരു ഓഫീസ് തുടങ്ങണം, എന്നിട്ട് നല്ല നല്ല ബിസിനസ്സുകാരെ ചാക്കിട്ട് പിടിക്കും. അതിനൊക്കെ ഫണ്ട് വേണ്ടേ? ഫണ്ട് അമ്മാവനോട് ചോദിക്കണം. അമ്മാവനോടോ? ഞാനോ? അമ്പാടിക്ക് മടിയാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഈ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചോദിക്കാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഇന്നത്തെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ സാവധാനം ചോദിക്കാം. എന്നാൽ അതിന് മുമ്പൊന്ന് സൂചിപ്പിച്ചിട്ടേക്ക്. ആ, ഞാനൊന്ന് സൂചിപ്പിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഹണിമൂണൊക്കെ ആവാം. ശരിക്കും ഞാൻ നാളെ തൊട്ട് ജിമ്മിൽ പോയാലോ എന്ന് ആലോചിക്കുക. ഒന്ന് മിണ്ടായിരിച്ചു. രാവിലെ ഓടാൻ പോകാന്ന് പറഞ്ഞാൽ 6 മണിക്ക് അലാം വെച്ചിട്ട് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഞാനാണ് എനിക്ക് അത് ഓഫ് ചെയ്തേ. ഇച്ച എപ്പോഴും അലാർന്ന് നടന്ന് ഉറങ്ങായിരുന്നു. അത് ഈ ഉറങ്ങുന്നതും ആരോഗ്യത്തിന് നല്ലതാ. ഇങ്ങനെ എപ്പോഴും കിടന്ന് ഉറങ്ങുന്ന ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എന്നാലും ഞാൻ നാളെ ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് എന്തിനാ? ജിമ്മിൽ പോയാൽ മസിൽ വെക്കും കൃഷ്ണ. മസിൽ വെച്ചാണ്ട് കൃഷ്ണയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാം. വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചറും ആക്കിക്കോ. എന്തിന്? കൃഷ്ണയ്ക്ക് ഇതൊന്നും അറിയത്തില്ലേ. കൃഷ്ണ എൻ്റെ മസിലൊക്കെ എടുത്ത് കൃഷ്ണ സ്റ്റാറ്റസും പ്രൊഫൈലൊക്കെ ഇടുമ്പോൾ കൃഷ്ണയുടെ ഫ്രണ്ട്സ് അത് കണ്ടിട്ട് അസൂയപ്പെടത്തില്ലേ? ഞാൻ തന്നെ ഇടയ്ക്ക് കൃഷ്ണനെ കണ്ടിട്ട് അസൂയപ്പെടാറുണ്ട്, എന്നെ പോലെ ഒരുത്തനെ കിട്ടിയില്ല. കിച്ചു ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? 2025 നൂറ്റാണ്ടോ? കിച്ചു മസിലൊക്കെ നമുക്ക് ഓളേ സമയത്ത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ജീവിക്കാനാ പഠിക്കണ്ടേ? ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. നിന്റെ സംസാരത്തിൽ ഒരു വെയിറ്റ് ഉണ്ട് കൃഷ്ണ, അത് കൊള്ളൂല. കള കള. ആ, കാര്യം പറയുമ്പോ വെയിറ്റ് ആയിട്ടും ദേഷ്യമായിട്ടൊക്കെ തോന്നും. എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? പറ പറ കൃഷ്ണ. കിച്ചു, നമുക്ക് രണ്ടുപേർക്ക് ജോലി ഉണ്ടോ? ഇപ്പൊ അതെല്ലാം അത്യാവശ്യമായിട്ട് വേണ്ടേ? ജോലി നമ്മൾ നോക്കുന്നുണ്ടല്ലോ, കിട്ടുമായിരിക്കും. ഏത് PSC എഴുതിയിട്ട് കാത്തിരിക്കുന്നതാണോ ജോലി നോക്കുന്നത്? അത് കടലിൽ കോയിൻ എറിഞ്ഞിട്ട് തപ്പി വെക്കുന്ന പോലെ. ആ, ഞാൻ എറിയുന്ന കോയിൻ ഇടയ്ക്ക് മണലിൽ പൊതഞ്ഞിരിക്കാറുണ്ട്, ഞാൻ അത് നോക്കി പൊയ്ക്കോളാം. കിച്ചു വഴക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നീ കാര്യം പറഞ്ഞതാ. കിച്ചു നല്ലൊരു ജോലി നോക്ക്. കൃഷ്ണ, എനിക്ക് ഈ ജോലിയൊന്നും പറ്റത്തില്ല. എൻ്റെ തല മുഴുവൻ ഈ ബിസിനസ് ചിന്തകളാണ്. ബിസിനസ് നല്ലതൊക്കെ തന്നെയാ, പക്ഷെ അതിന് ഫണ്ട് വേണ്ടേ? ആ, ഫണ്ട് വേണം. അത് എവിടുന്ന് കിട്ടും? അത് കിട്ടത്തില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ. ഞാനൊരു വഴി പറയട്ടെ. പറ. ഫണ്ട് നമുക്ക് അമ്മാവനോട് ചോദിച്ചൂടെ? ഇല്ല, കിട്ടത്തില്ല. അതെന്താ? ഞാൻ എൻ്റെ പുതുമയുള്ള ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾക്ക് അമ്മാവൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ലോക പരാജയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നീട് അമ്മാവൻ്റെ അടുത്ത് പൈസ വെച്ചപ്പോൾ അമ്മാവ് എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. സമ്മതിച്ചു, പക്ഷെ അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ നമ്മളൊരു കുടുംബമൊക്കെ ആവാൻ പോവല്ലേ. ഇന്നാണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ മാരേജ് നടക്കാൻ പോവാ. അപ്പൊ അമ്മാവൻ എന്തായാലും സമ്മതിക്കും. ചോദിച്ചു നോക്ക്.
എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ചോദിച്ചു നോക്കാം. ഹലോ, ഹലോ, എന്താണ് കൃഷ്ണ? കുറേ നാളായിട്ട് കോളോ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ, എന്തു പറ്റി? നീ വിളിച്ച് കാര്യം പറ. ആരും എന്നോട് പറഞ്ഞു നിന്റെ കല്യാണമായിരുന്നു, അപ്പോൾ അതൊന്ന് അറിയാൻ വിളിച്ചതാ. കല്യാണമാണെങ്കിൽ നിനക്കെന്താ? നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? ചൂടാവാതോ, ഒന്ന് അടങ്ങ്. ഇയാൾ റിലേഷനിലാന്ന് നിർത്തി അങ്ങ് പോയെന്ന് വിചാരിച്ച് എനിക്കങ്ങ് നിർത്താൻ പറ്റുമോ? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആലോചിക്കുമായിരുന്നേ, ഞാൻ പോയി 6 മാസം തികയണതിന് മുന്നേ തന്നെ നീ വേറൊരുത്തന്നെ സെറ്റാക്കി അല്ലേ? നീ ആൾ കൊള്ളാലോ. സുധി, നമ്മൾ രണ്ട് വഴിക്ക് പോയതാ. എന്നെ ശല്യം ചെയ്യരുത്. നിങ്ങളുടെ രജിസ്റ്റർ മാരേജാ. ഓ, കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇന്നാണ് കല്യാണം. എന്നാ പിന്നെ അതിനു മുന്നേ നമുക്കൊന്ന് കണ്ടാലോ? വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാനോ? ഞാനോ? പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ഞാൻ വരില്ല. എനിക്കൊരൊറ്റ കാര്യം മതി, നിന്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ നീ ഒന്ന് വന്നാൽ മതിയടി. സുധി, അനാവശ്യം പറയല്ലേ. അനാവശ്യോ? അപ്പൊ നമ്മൾ ഓരോ റൂമിൽ പോയി ചെയ്തതൊക്കെ പിന്നെ എന്തുവാ? അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ചേട്ടാടയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ട് നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്തേക്ക് ഇന്ന് വന്നാ ഇതൊന്നും ആരും കാണൂല. ഓക്കെ? ഇന്നെന്റെ കല്യാണമാണ്. ആഹാ, അപ്പൊ ഇന്ന് വന്നാ പിന്നെ ഇനി അങ്ങോട്ട് വരാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ഇതൊരു ട്രെയിനിങ് ആയിട്ട് എടുത്താൽ മതി. സുധി, നീ ഭയങ്കര ഷീപ്പായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ചീപ്പോ? നിന്റെ കിച്ചുവിന് നമ്മൾ ഒരുമിച്ച് ചെയ്ത കുറച്ച് ചീപ്പ് പരിപാടികൾ അങ്ങോട്ട് അയച്ചു കൊടുക്കട്ടെ. നിന്റെ ചെക്കൻ്റെ പേര് വരെ എനിക്കറിയാമെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ അവനെ അറിയിക്കാൻ എനിക്ക് എന്ത് എളുപ്പമായിരിക്കും. നീ നന്നായിട്ടൊന്ന് ആലോചിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കാം. മാവോ, ഓ, കോളടിച്ചല്ലോ. അടുക്കളപ്പണിയൊക്കെ ഷെയർ ചെയ്യാൻ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ശരിയാടാ. ഇവിടെ നിന്ന് കാലഴിച്ചിട്ടായിരിക്കും അവരകത്ത് പോയിരിക്കുന്നത് ഇല്ലേ? അല്ല, അവര് പുതിയ ആളുകളല്ലേ, വന്നിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ, അതിൻ്റെ ആയിരിക്കും. 3 പതിറ്റാണ്ടായ 2 കാളകളിലൂടെ ഉണ്ടല്ലോ, വല്ല പ്രയോജനമുണ്ട്. എനിക്കിവിടെ ആരുടെ സഹായമൊന്നും ആവശ്യമില്ല. പിന്നെ അവരെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതേ ഇവിടുത്തെ അടുക്കള പണിയൊന്നും ചെയ്യാനില്ല. അതെ 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 അതെ. എന്നാലും അമ്മാവനൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാൽ ഇച്ചിരി പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് കലക്കിയതാടാ. അമ്മാവോയ്, എന്താണ് അടുക്കളയിൽ? എടാ, ഞാനേ ഈ വീടിൻ്റെ ആധാരം ഇവിടെ വെച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ, ഇതൊക്കെ അടുക്കളയിലാണോ വയ്ക്കുന്നത്? എന്നെ ഏൽപ്പിക്കണ്ടേ? എടാ, ഈ പൊട്ടക്കുണാപ്പിനോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എടാ, ഞാനിവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലയോ? ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം നിന്നെ കൊണ്ട് കെട്ടിക്കാൻ. അത് 12 മണിക്കല്ലേ, ഇനി സമയമുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. എടാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പെണ്ണുവീട്ടുകാർ വരുവാണെങ്കിലേ അവരങ്ങ് ഫേഷ്യൽ ചെയ്തോളൂ. അതാകുമ്പോൾ കളർ മാത്രമല്ല, ഷേപ്പ് ഒന്ന് മാറിക്കോളും. അമ്മാവനൊരു കാര്യം അറിയോ? ഈ ഒളിച്ചോട്ട പരിപാടി എൻ്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. ഇത് ഇത്രയും പെട്ടെന്ന് നടക്കാൻ കാരണം ഇവൻ ഒറ്റ ഇവൻ എന്നെ മുപ്പിച്ചിട്ടാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഞാൻ പറഞ്ഞിട്ടാണോ ചേട്ടത്തെ പ്രേമിച്ചത്? പ്രേമിച്ചെന്നല്ലേ ഉള്ളൂ, ഞാൻ വിളിച്ചോണ്ട് വരാൻ പ്ലാൻ ചെയ്തൊന്നുമില്ലല്ലോ. ഓഹോ, അപ്പൊ പ്രേമിച്ചിട്ട് ചതിക്കാനായിരുന്നല്ലേ ചേട്ടന്റെ ഉദ്ദേശം? ചേട്ടത്തി, എല്ലാത്തിനും കാരണം ഞാൻ. പോരെ പോരെ. എന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്തോണ്ട് ഓക്കെ. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നല്ലോ. അമ്മാവ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരു റെയിൽവേ പാലത്തിന് നടുവിലൂടാണ്. പോവാ, ഇത് ഞാനും നിന്റെ അച്ഛനും കൂടിയേ പൊന്നും വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. ഇവിടെ ഓരോ റെയിൽവേ പാലം വരാനും ഞാൻ സമ്മതിക്കത്തില്ല. അമ്മാവ, ഞാനൊന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യമാണെങ്കിൽ നീ മുഴുവിപ്പിക്കണ്ട. അമ്മാവ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറഞ്ഞതാ. ഈ വീട്ടിൽ എനിക്ക് മാത്രമല്ലേ ജോലിയുള്ളൂ. അപ്പോൾ ആ ജോലി ഞാൻ നന്നായിട്ട് ചെയ്യണോ? നീ എങ്ങനെ നന്നായിട്ട് ചെയ്യും? നീ എപ്പോഴും നിന്റെ പെണ്ണിന്റെ പുറമില്ലേ? ഇപ്പോൾ ഒരു പെണ്ണോട് വന്നപ്പോൾ എനിക്കൊരു കുടുംബമായേ, അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയേ. അതാണ് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. എക്സാക്ട്ലി. അപ്പോൾ ആ ജോലി ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓഫീസ് വേണം. അപ്പോൾ ആ ഓഫീസ് കെട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് അമ്മാവാ, അത് പറഞ്ഞപ്പോഴാ എനിക്ക് ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസ വേണം.
സോപ്പിടാൻ ഞാനും കുളിക്കാൻ നീയും. ഈ മഴയത്ത് എന്തിനാ കുളിക്കുന്നത്? നീ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു? ഞാൻ തീരുമാനം എടുത്തിട്ടില്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ളത് വൈദ്യശാലയാണ്. വൈദ്യശാല തുടങ്ങിയിട്ട് എന്തിന്? ബാക്കി വരുന്ന എണ്ണ എടുത്ത് വിൽക്കാനാണ്. ബാക്കി വരുന്ന എണ്ണ എടുത്ത് പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ തട്ടുകടയല്ല തുടങ്ങുന്നത്. ചേട്ടാ, വിദേശത്ത് നിന്ന് സായിപ്പന്മാരും മദാമാരും ഇവിടെ വന്നിട്ട് ആദ്യം തിരക്കുന്ന കാര്യം എന്താ? അർദ്ധനഗ്നരായി കിടക്കാൻ പറ്റിയ ബീച്ച്. അല്ല, വൈദ്യശാല. എടാ, ആരെങ്കിലും തുടങ്ങുന്ന ബിസിനസ് ആണോ അത്? ഇല്ല, ആരും തുടങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും ഇല്ല. അമ്മാവാ, ഇതിനൊന്നും പൈസ കൊടുത്തേക്കല്ലേ. ഞാൻ പറയുന്ന ഒരു ഓഫീസ് തുടങ്ങിയാൽ നമുക്ക് നല്ല ബിസിനസ് പിടിക്കാം. എൻ്റെ പൊന്നമ്മാവ, ചേട്ടൻ പറയുന്ന ഒരു ഓഫീസ് തുടങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നഷ്ടത്തില്ല. കേട്ടിട്ടില്ലേ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിഞ്ഞെന്ന്? അതുപോലെ ചേട്ടൻ കെട്ടുന്ന ഓഫീസ് ഇടിഞ്ഞാൽ? എടാ, ഞാൻ കുടുംബം നോക്കാനാണ് പൈസ ചോദിച്ചത്. പിന്നെ ഞാൻ തീവ്രതകൾക്ക് തോക്കെടുത്ത് കൊടുക്കാനാണോ പൈസ വന്നത്? ഈ വൈദ്യശാലയെ പറ്റിയൊക്കെ നിനക്ക് എന്തെങ്കിലും പിടിപാടുണ്ടോ? ആ, നമ്മുടെ അച്ഛൻ ഈ പണിയല്ലേ ചെയ്തിരുന്നേ. പിന്നെ മുത്തശ്ശൻ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബം ഫുള്ളി ഈ പണിയല്ലേ ചെയ്തിരുന്നേ. അപ്പൊ അത് നിലനിർത്തേണ്ട നമ്മുടെ കടമയല്ലേ അമ്മാവ? അവർക്കൊക്കെ പണി അറിയായിരുന്നു. നിനക്ക് എന്തോ തേങ്ങ അറിയാം? ആ, ഞാനും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യുന്നോ? ആ, നിനക്ക് 3 വയസ്സുള്ള അച്ഛൻ മരിച്ചു പോയില്ലയോ? പിന്നെ നീ എന്തോ കണ്ടുപിടിക്കാനാ? 3 വയസ്സിലെ കാര്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? 3 വയസ്സോ? എനിക്ക് 1 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യം വരെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാ ഓർമ്മയുള്ള ഒരു കാര്യം പറഞ്ഞേ. 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ എന്നിട്ട് ഓടിക്കുമായിരുന്നു. അയ്യോ, അത് നീ അല്ലടാ മോനെ. നീ എനിച്ചപ്പോൾ ആശുപത്രി ബില്ലടയ്ക്കാൻ നിന്റെ അച്ഛനും ഞാനും കൂടെ കടന്ന് ഓടിയത്. ഇതല്ല, എന്നെ ഗ്രൗണ്ടിലിട്ട് ഓടിക്കുമായിരുന്നു അച്ഛൻ. 1 വയസ്സുള്ളപ്പോഴോ? ആ, പിന്നെ എന്നെ നീന്തൽ ഓടിക്കാൻ വെള്ളത്തിൽ വരെ കൊണ്ടിട്ടിട്ടുണ്ട് അച്ഛൻ. ആ, അത് അമ്മ വെള്ളം കുടിച്ചപ്പോൾ നീ ഗർഭപാത്രത്തിൽ കിടന്ന് സ്വപ്നം കണ്ടായിരിക്കും. അല്ല, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടെന്നേ. അല്ലെങ്കിൽ അമ്മാവൻ തീരുമാനിക്ക്, കുലത്തൊഴിൽ വേണോ ചേട്ടൻ പറഞ്ഞ പോലെ ജോലി വേണോ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കുലത്തൊഴിൽ ചെയ്യുന്നതോടാ എനിക്ക് താല്പര്യം. ആ, പക്ഷേ വീട്ടിലേക്കുള്ള വരുമാന മാർഗം എന്ന നിലയിൽ അമ്പാടി പറഞ്ഞൊരു ഓഫീസ് തുടങ്ങുന്നത് നല്ലതാണ്. ആ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, രണ്ടും കൂടെ തുടങ്ങിക്കും. പക്ഷെ ഒരു കാര്യം, സ്വന്തമായി അധ്വാനിച്ച പൈസയ്ക്ക് മാത്രമേ തുടങ്ങാവൂ. എന്നാലേ സൂക്ഷിച്ച് ചിലവാക്കും. നല്ല തീരുമാനം. അല്ല അമ്മാവാ, ഒരമ്മാവനും ഇല്ല. വേഗം പോയി റെഡി ആയിട്ട് വാ, അല്ലെങ്കിൽ രജിസ്ട്രാർ അങ്ങ് പോകും. ഒരു വിധത്തിൽ അയാളെ സാധനിച്ചാ ഈ രജിസ്റ്റർ ഒന്ന് ഏർപ്പാടാക്കിയത്. അറിയാമല്ലോ, വേഗം ചെല്ലേ. എടോ, എല്ലാം എടുത്തിട്ടുണ്ടേ. ആധാർ, ഫോട്ടോ, പാസ്പോർട്ട്. ആ, പാസ്പോർട്ടോ? നമ്മൾ എംബസിയിലോട്ടല്ല പോകുന്നത്, കല്യാണം രജിസ്റ്റർ ചെയ്യാൻ. അത് വാപ്പാടെ പാസ്പോർട്ട് എൻ്റെ കയ്യിലായതല്ല, ഞാൻ അടുത്തൊന്നുമല്ല. നിന്റെ പാപ്പേനെ ഞാൻ കെട്ടണമെന്ന് പറയരുത്. റെഡിയായില്ലേ? ആ, കിച്ചൂടെ വരാനുണ്ട്. ഓ, നീ റെഡിയായോ? ആ, പോകാം. വാ. നമ്മൾ എങ്ങോട്ടാടാ പോകുന്നത്? രജിസ്റ്റർ ഓഫീസിൽ. ഓ, എൻ്റെ ഭാര്യയാണോ അല്ലേ? അവളെന്താ അമ്മാവാ? നീ എന്നോട് ചോദിക്കുക. കൃഷ്ണ, എത്തിയല്ലോ. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നത്? ആ, അവൾക്ക് ചെറിയ തലവേദന ഉണ്ടെന്ന് രാവിലെ പറഞ്ഞായിരുന്നു. ആ, അത് കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് ഡോളോ വാങ്ങിക്കാം. ഡോളയാ? എൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ആയുർവേദം മതി. ആ, എങ്കിൽ ആയുർവേദം വാങ്ങിച്ചു തരാം. ആ, എന്നാ ഓക്കെ. ആരടി? പിന്നെന്തെടുക്കാത്തെ? ഹലോ. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ, ഞങ്ങൾ ഇറങ്ങാം, എത്തുമ്പോൾ വിളിക്കാം. ആരാ? ഫ്രണ്ട് രജിസ്റ്റർ ചെയ്യാൻ അവള് വരുന്നുണ്ട്. ആ, അതാകുമ്പോ രജിസ്റ്റർ ഓഫീസിൽ ഒരു സാക്ഷിയും കൂടെ ആയി. ഇനി സമയങ്ങളുണ്ട്, അപ്പോഴത്തേക്ക് ഇറങ്ങാമല്ലോ. ആ, പോവാം, വാ. ഹലോ സുധി, നീ നിന്ന് ഉപദ്രവിക്കാതിരിക്കോ? ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഹലോ, നീ നേടുവാ? കൃഷ്ണ വരുന്നില്ലേ? ആ, വരുവാ. നീ ഇങ്ങോട്ട് വരുന്നോ അതോ നിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ വരണോ? ഞാൻ വന്നാൽ പിന്നെ നിന്റെ ജീവിതം മൊത്തം കുളം തോണ്ടിയിട്ടേ ഞാൻ വരുള്ളൂ. എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ മോളെ? എവിടെ പോയി? ഹലോ സാറേ, ഞാൻ ബുദ്ധിമുട്ടിയാ മതിയോ? കൃഷ്ണ വരുന്നില്ലേ? ആ,
എൻ്റെ കുടുംബത്തിലൊരു കൊച്ചിനെ നീ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഒരു ചേട്ടൻ എന്ന നിലയിൽ ഞാൻ നിന്നെ ഒന്ന് വാൺ ചെയ്ത് വിടുക. ഇനി നീ ഇത് റിപ്പീറ്റ് ചെയ്ത തടി കേടാക്കണം. വേണ്ട. ഇങ്ങ് എടുത്തിട്ട് പോ.